ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും വിക്ടർ ബെയറിൻ്റെ ഒരു ബൈബിൾ ക്ലാസ്സാണ്. അദ്ദേഹം 1996 പാലായിൽ വെച്ച് നടത്തിയ ഒരു വൺ ഡേ പ്രോഗ്രാമിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് ഭാഗങ്ങൾ വായിച്ചു, ധ്യാനിച്ചു. അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. ബ്രദറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വചന ക്ലാസ്സുകളിൽ ഒരേ വചനങ്ങൾ വീണ്ടും വീണ്ടും ഒക്കെ ഉരുവിടുന്നുണ്ട്. അതെന്താണ് എന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ ഒരേ കാര്യം വീണ്ടും എഴുതുന്നതിന് എനിക്ക് മടുപ്പ് തോന്നുന്നില്ല. അത് നമ്മുടെ ആത്മാവിന് സുരക്ഷിതത്വം നൽകുകയാണ്. നമ്മൾ ഓരോ വചനങ്ങളും കൂടുതൽ സ്വീകരിക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ ഉറപ്പും ബോധ്യവും ശക്തിയും നൽകുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു, ഈശോ പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല, ഈ ഭൂമിയിലല്ല എൻ്റെ രാജ്യം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഈ ഭൂമിയിലെ നമുക്ക് എന്തെല്ലാമാണ് നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നതെന്നും നമ്മുടെ ബുദ്ധിയിലിട്ട് നമ്മൾ കർത്താവിനെ ചിന്തിച്ചാൽ ദൈവരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. മാനസാന്തരപ്പെട്ട് ശിശുവിനെ പോലെ ആകുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ ബാക്കി നമുക്ക് ധ്യാനിക്കാം. ധനത്തോടുള്ള ആസക്തി വന്നാൽ വിശ്വാസം ക്ഷയിച്ചു പോകും. 1 തിമോത്തി 6:6-10 വരെയുള്ള വചനം. നീ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ലേ, ഇവിടെ നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുകയുമില്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ നമുക്ക് തൃപ്തിപ്പെടാം. ധനമോഹമാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാന കാരണം. ധനമോഹം കൊണ്ടാണ് അനേകർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത്. അതാണ് Efesos 3:5 പറയുന്നത്. ഏറ്റവും വലിയ വിഗ്രഹാരാധന ധനമോഹമാണ്, ദ്രവ്യാസക്തി. ഇത് ഹൃദയത്തിൽ വരുമ്പോൾ ഈശോ വിട്ടുപോകുന്നു. വചനത്തിൽ പറയുകയാണ്, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുമ്പോഴാണ് ഇവിടെ ഈശോയ്ക്ക് വരുവാൻ സാധിക്കുക. നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ നമുക്ക് ജീവിക്കുവാൻ വേണ്ട എല്ലാ കാര്യങ്ങളും വേണം. അതിന് ഈശോ ഒരു കാര്യം പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 35 വരെയുള്ള തിരുവചനത്തിൽ, ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടൊപ്പം ബാക്കിയുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഇത് ഈശോയുടെ വാഗ്ദാനമാണ്. കാരണം നമ്മൾ ഈ പണത്തിൻ്റെ പിന്നാലെ ഓടുംതോറും നമുക്കൊരിക്കലും സംതൃപ്തി ലഭിക്കുകയില്ല. നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മുടെ ആത്മാവിന് നാശം വരികയാണ്. അതേസമയം നമ്മൾ കർത്താവിനെ ഹൃദയത്തിൽ വെച്ച് പൂജിച്ചാൽ, കർത്താവിന് 1-ാം സ്ഥാനം നൽകി കഴിയുമ്പോൾ ഈ പണം നമ്മുടെ അടുക്കൽ എത്തും. നമുക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ കർത്താവ് കൊണ്ടുവന്ന് തരുമെന്നുള്ളത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരിയെ പക്ഷിയെ പോലെയാണ് അന്യായമായ സമ്പത്ത് കരുതി വയ്ക്കുന്നവൻ. ജീവിതമധ്യേ അതവനെ ഉപേക്ഷിക്കും. നമ്മളിതെല്ലാം ജീവിതമധ്യേ ഉപേക്ഷിച്ചിട്ട് പോകണം. അന്യായമായ സമ്പത്ത് നമ്മൾ കരുതി വയ്ക്കുമ്പോൾ അതിൽ തുരുമ്പുണ്ട്, കീടമുണ്ട്, അതെല്ലാം നശിപ്പിച്ച് കളയുമെന്നാണ് ഈശോ പറയുക. നമ്മളൊരിക്കലും പണത്തിന് അടിമയാകരുത്. പണം നമ്മുടെ അടിമയായിട്ട് വരണം. എന്ത് ചെയ്യണം? കർത്താവിന് 1-ാം സ്ഥാനം കൊടുത്തു കഴിയുമ്പോൾ നമ്മളെ ഭരിക്കുന്നത് കർത്താവായിരിക്കും. അപ്പോൾ പണം നമുക്ക് അടിമയായി മാറും. ഈ ധനമോഹം വരുമ്പോഴാണ് സകലമാന തിന്മകളും നമുക്കുണ്ടാകുക. നമുക്ക് മറ്റുള്ളവരോട് അസൂയ തോന്നും, അഹങ്കാരം ഉണ്ടാകും, പല പാപങ്ങൾ നമ്മിലേക്ക് കടന്നു വരുന്നത്, നമ്മൾ സ്വാർത്ഥരായി മാറുന്നത് ഈ പാപം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നിന്റെ ഹൃദയവും. നിനക്ക് 2 പേരെ ഒരേ സമയത്ത് പൂജിക്കുവാൻ സാധിക്കുകയില്ല. മത്തായി സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യം. എല്ലാം ഈശോയ്ക്ക് കൊടുക്കണം. ഈശോയ്ക്ക് കൊടുക്കണമെങ്കിൽ വചനം സ്വീകരിക്കണം. നമ്മളെല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കണമെങ്കിൽ നമുക്കൊരിക്കലും അത് സാധിക്കുകയില്ല. നമ്മൾ ഈ കർത്താവിൻ്റെ വചനം സ്വീകരിച്ച് കേട്ട് വരുമ്പോഴാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുക. അപ്പോഴാണ് നമ്മുടെ ഹൃദയം കർത്താവിൽ അർപ്പിക്കുക. 2 യജമാനന്മാരെ നമുക്ക് ഒരുമിച്ച് സേവിക്കാൻ സാധിക്കില്ല. ഒന്നെങ്കിൽ നമ്മൾ പണത്തെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പിന്നാലെ നമ്മൾ പോകണം, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ അനുകരിക്കണം എന്നാണ് കർത്താവ് നമ്മളോട് പറയുക. വചനം ഈശോയാണ്.
ആദിയിൽ വചനമുണ്ടായിരുന്നു, സകലതും വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു. സങ്കീർത്തനം 33:6 ഇല്ലായ്മയിൽ നിന്ന് എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. ഉൽപ്പത്തി 1:9 സകല ജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് വചനത്താലാണ്. ജ്ഞാനം 7:22 ഉൽപ്പത്തി 1:20 ആ വചനമാണ് നാം സ്വീകരിക്കേണ്ടത്. വചനം ഈശോയാണ്. ഈ വചനത്താലാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത്. വചനത്തിന് ജീവനുണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മൾ ഈ വചനത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കുമ്പോൾ ആ വചനം പ്രവർത്തിക്കുകയാണ്. ആ വചനം ജീവനാണ്. കാരണം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ് വിശുദ്ധ ലിഖിതത്തിലെ ഓരോ വചനങ്ങളും. അപ്പം നമുക്ക് ധനത്തോടാണ് ഏറ്റവും വലിയ ആസക്തിയെങ്കിൽ ഹൃദയത്തിൽ നമ്മളത് വേണ്ട എന്ന് വയ്ക്കുക. ഈശോയെ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഇത് ഞാൻ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. അവിടെ ഒരു സമർപ്പണം വരികയാണ്. അപ്പോൾ നമ്മളിൽ നിന്ന് ആ ബന്ധനം എടുത്തു മാറ്റപ്പെടും. അപ്പോൾ ആ വചനം നമ്മളിൽ വന്ന് വസിക്കും. ആ ദൈവത്തോടുള്ള ആഗ്രഹം നമ്മളിൽ ജനിക്കുമ്പോൾ ധനത്തോടുള്ള മോഹം നമ്മളെ വിട്ടുപോകും. ഈ ധനമോഹം മാത്രമല്ല, ഇതുപോലെ അനേകം പാപങ്ങൾ നമ്മളിലുണ്ട്. ഇങ്ങനെ ഓരോ വചനങ്ങൾ നമ്മൾ അനുസരിക്കുമ്പോൾ ഈശോ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ ത്രിത്വൈക ദൈവം വന്ന് നമ്മിൽ വാസമുറപ്പിക്കുകയാണ്. വചനം ഈശോയാണ്. യോഹന്നാൻ 6:54 ഈശോ പറയുകയാണ്, എൻ്റെ രക്തവും മാംസവും ഭക്ഷിക്കുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 6:63 വചനം ആത്മാവും ജീവനുമാണ്. ഇതാണ് നമ്മിലേക്ക് വരുന്നത്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. കർത്താവ് നമ്മിലും വസിക്കും, നമ്മൾ കർത്താവിനും വസിക്കുകയാണ്. എത്ര വലിയ ആത്മീയ രഹസ്യമാണ് ഈശോയുടെ ഈ ഓരോ വചനത്തിനും പറയുക. അതിനുശേഷം ഈശോ പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവാണ്, ജീവനാണ്. ഈ വചനങ്ങളെല്ലാം ജീവനാണ്. ഈ വചനങ്ങളെല്ലാം ആത്മാവാണ്. നമ്മളിലിത് ആത്മാവായി വരണമെങ്കിൽ, നമ്മളിലിത് ജീവനായി വരണമെങ്കിൽ നമ്മൾ ഹൃദയപൂർവ്വം സ്വീകരിക്കണം. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് പാപം നമ്മളിലുണ്ടാകുക. എങ്ങനെയാണ് പാപം നമ്മളിൽ പ്രവേശിക്കുക? എങ്ങനെയാണ് സാത്താൻ നമ്മളിൽ പ്രവേശിക്കുക? നമ്മളവനെ ഹൃദയപൂർവ്വം വെൽക്കം ചെയ്യുകയാണ്. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പൂർണ്ണ സമ്മതത്തോടെ ഒരു പാപം ചെയ്യുമ്പോഴാണ് ആ പാപം നമ്മളിൽ വന്ന് ആധിപത്യം പുലർത്തുക. എന്ന് പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണ് ഈശോയുടെ രാജ്യം. നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ഈശോയെ അന്വേഷിക്കുമ്പോൾ, പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ കർത്താവിനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ വചനം വന്ന് നമ്മിൽ വാസമുറപ്പിക്കുന്നു. അത് ആത്മാവായിട്ട് വരുന്നു, ജീവനായിട്ട് വരുന്നു. അതിനുശേഷം വിട്ടുപേർ സമരിയാക്കാരിയിലേക്ക് വരികയാണ്. ആ സമരിയാക്കാരിയോട് ഈശോ ഒരു വാക്ക് പറഞ്ഞപ്പോൾ അവൾ പ്രഭു എന്ന് ഈശോയെ വിളിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 4:11 ആദ്യം യഹൂദൻ എന്ന് വിളിച്ചു. നമ്മിൽ പല ക്രിസ്ത്യാനികളും ഈശോയെ ഈ വിധത്തിലാണ് കാണുന്നത്. നമ്മൾ ഇങ്ങനെയല്ല കർത്താവിനെ കാണേണ്ടത്. വിശുദ്ധ പത്രോസിൽ കൂടി വേണം നാം കർത്താവിനെ കാണാൻ. മത്തായി 16:16 ലൂക്ക 9:20 യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ വിശ്വാസമാണ് നമ്മുടെ അടിസ്ഥാനമായിട്ട് വരേണ്ടത്. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ സംശയം വരും. പറയുന്നത് എന്താണ്? സമരിയാക്കാരി ഈശോയെ ആദ്യം യഹൂദൻ എന്ന് വിളിച്ചു, പിന്നെ പ്രഭു എന്ന് വിളിച്ചു. നമ്മൾ ഈശോയെ എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് ഈശോ ഒരു രോഗശാന്തിക്കാരനാണോ? നമുക്ക് ഈശോ ഒരു അത്ഭുത പ്രവർത്തകനാണോ? നമുക്ക് നമ്മുടെ കാര്യസാധ്യത്തിനുള്ളയാളാണോ നമ്മുടെ കർത്താവ്? നമ്മൾ ആലോചിക്കണം. അതോ നമ്മുടെ ആന്തരിക ആത്മാവിൽ യേശു കർത്താവാണെന്ന് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണോ നമ്മൾ? കർത്താവാണ് എന്ന് നമ്മുടെ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുമ്പോഴാണ് നമുക്ക് ആ വിശ്വാസം വരുന്നത്. അതാണ് വിശുദ്ധ പത്രോസ്ലീഹ എന്താ ചെയ്തത്? ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഏറ്റുപറയാണ്. ഏറ്റുപറഞ്ഞ് കഴിഞ്ഞ് ഉടനെ ഈശോ എങ്ങോട്ടാണ് പോവുക? പീഡാനുഭവത്തിലേക്കാണ് ഈശോ പിന്നീട് പോവുക. പത്രോസ് ഈശോയുടെ പീഡാസനത്തെക്കുറിച്ച് പറയുമ്പോൾ തടസ്സപ്പെടുത്തുന്നുണ്ട്.
കർത്താവെ, ഇത് നിനക്കൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈശോ പറയാണ്, സാത്താനെ, നീ എനിക്ക് പ്രതിബന്ധമാണ്, നീ എൻ്റെ മുൻപിൽ നിന്ന് പോവുക എന്നാണ് ഈശോ പറയുക. നമ്മളും വേദനകളുടെ സമയത്ത്, കഷ്ടതകളുടെ സമയത്ത് ഈശോയെ മാറ്റി നിർത്തും. അവിടെയാണ് നമ്മൾ ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നന്മ പറയുമ്പോൾ, കർത്താവിനെ പ്രഘോഷിക്കുമ്പോൾ അവിടെ തടസ്സങ്ങൾ സൃഷ്ടിക്കും. ആ സമയത്ത് നമ്മൾ ക്രിസ്തുവിനെ അനുകരിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ പിന്നാലെ നമ്മൾ യാത്രയാകുമ്പോഴാണ് നമ്മൾ ആ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിന് പങ്കുകാരാകുന്നത്. അല്ലേ നമ്മുടെ ക്രിസ്തു മുറിയപ്പെട്ടിട്ടില്ല. ഉണ്ടാകണം. എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈശോയെ സ്വന്തമാക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു കൃപ വിറ്റബേർ എപ്പോഴും പറയുന്നതാണ്. നമ്മളെക്കുറിച്ച് വ്യാജമായിട്ടുണ്ടാക്കി പറയുമ്പോൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈശോ ദൈവപുത്രനാണ് എന്ന് പ്രഘോഷിക്കപ്പെടണമെങ്കിൽ ഈശോയുടെ പീഡാസഹനങ്ങളോട് നമ്മൾ ചേർന്ന് നിൽക്കണം. സത്യം പ്രഘോഷിക്കപ്പെടുമ്പോൾ, ജീവൻ പ്രഘോഷിക്കപ്പെടുമ്പോൾ, ആത്മാവ് പ്രഘോഷിക്കപ്പെടുമ്പോൾ സാത്താന് അസ്വസ്ഥനാകും. അവന് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അതാണ് ഈശോയെ എന്തിനാണ് അവർ കൊല്ലാൻ ആലോചിച്ചത്? അസൂയ നിമിത്തമാണ്. പത്രോസ് വിശുദ്ധ പൗലോസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് 2 പത്രോസ് 3:14-18 വരെയുള്ള വചനത്തിൽ, വിശുദ്ധ പൗലോസിൻ്റെ ദൈവിക ജ്ഞാനം കേൾക്കുമ്പോൾ അറിവില്ലാത്തവരും ചഞ്ചല ഹൃദയരും പെട്ടെന്ന് വീണുപോകും. അവർ വചനം വളച്ചൊടിക്കുകയും ചെയ്യും. വചനം ഒരിക്കലും വളച്ചൊടിക്കരുത്. വചനം പറയുമ്പോൾ നമ്മൾ വിറയ്ക്കണം. അറിവില്ലാത്തവരും ചഞ്ചല ഹൃദയരുമായവർ, സ്വന്തം ബുദ്ധിയിൽ ആഗ്രഹിക്കുന്നവർ, വിശാല മനസ്സില്ലാത്തവർ, തൻ്റേത് മാത്രമാണെന്ന് കരുതി സ്വാർത്ഥരാകുന്നവർ കർത്താവിൻ്റെ വചനത്തെ വളച്ചൊടിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയുടെ വചനത്തിന് പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. ഈശോയുടെ വചനത്തോട് വിശ്വസ്ത പുലർത്തണം. നന്ദിയോടെ, കൃതജ്ഞതയോടെ കർത്താവിൻ്റെ ബലിയോട് ചേർന്ന് നിൽക്കുക. എങ്കിൽ മാത്രമേ ഈശോ പ്രഘോഷിക്കപ്പെടുകയുള്ളൂ. എങ്കിൽ മാത്രമേ അതിന് ആത്മാവുള്ളൂ. അതാണ് ഈശോ വന്ന് പ്രത്യക്ഷപ്പെട്ടത്. എങ്ങനെയാണ്? മുറിയപ്പെട്ട ഈശോയെയാണ് ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തത്. ഈ മുറിയപ്പെട്ട ഈശോയെയാണ് നമ്മൾ പ്രഘോഷിക്കപ്പെടേണ്ടത്. അതിനുശേഷം പറയണ, വചനം പറയുമ്പോൾ നമ്മൾ വിറയ്ക്കണം. നാം വചനം പറയുവാൻ അർഹതയില്ലാത്തവരാണ്. വചനം പട്ടിക്കും പന്നിക്കും ഇട്ട് കൊടുക്കരുത്. മത്തായിയുടെ സുവിശേഷം 7:6 വചനത്തിൻ്റെ ശക്തി വളരെ വലുതാണ്. ഞാനിത് അനുഭവിച്ചറിഞ്ഞതാണ്. വിശുദ്ധമായവ നായ്ക്കൾക്കിട്ട് കൊടുക്കരുത്. നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്കിട്ട് കൊടുക്കരുത്. അവ ചവിട്ടി നശിപ്പിക്കുകയും തിരിച്ച് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധ ഗ്രന്ഥം ഈ അധർമ്മി അല്ലെങ്കിൽ പട്ടികൾ, പന്നികൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന എന്താണ്? ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-16 പറയുന്നുണ്ട്, അധർമ്മികൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു. അധർമ്മികളെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ നാമത്തെ എതിർക്കുന്നവർ, ദൈവരാജ്യത്തിന് ഒരു സ്ഥാനവും കൊടുക്കാതെ ദൈവരാജ്യത്തെ മാറ്റപ്പെടുന്നവർ. നമുക്ക് ജ്ഞാനത്തിൻ്റെ പുസ്തകം 2 വായിച്ചാൽ മനസ്സിലാകും അധർമ്മികളുടെ ചിന്താഗതി എന്താണ്. ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ നമുക്ക് ആസ്വദിക്കാം. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ മരിച്ചു പോകും, പിന്നെ നമുക്ക് ജീവനില്ല എന്നെല്ലാം പറയുന്ന കാര്യങ്ങൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം 2 പറയുന്നുണ്ട്. അത് വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല. ഈ ലോകത്തിൻ്റെ ചിന്താഗതിയാണ്. അപ്പോൾ നമ്മൾ അവർക്ക് വിശുദ്ധ വചനം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ എന്തു ചെയ്യും? ആ വചനത്തെ അവർ ചവിട്ടി മെതിക്കും. അത് തിരിച്ച് നമ്മളെ ആക്രമിക്കുകയും ചെയ്യും. ആ വചനം വന്ന് തിരിച്ച് നമുക്കിട്ടടിക്കും. നമ്മൾ അസ്വസ്ഥരാകും അവർക്ക് വിശുദ്ധ വചനം കൊടുത്താൽ. നമ്മളെ സ്വീകരിക്കാത്തവർക്ക് വചനം കൊടുക്കുമ്പോൾ, ഈശോയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ സ്വീകരിക്കുന്നില്ല എങ്കിൽ തിരിഞ്ഞ് നമ്മളെ ആക്രമിക്കും, അവർ ചവിട്ടി നശിപ്പിക്കുമെന്നാണ് പറയുക. അപ്പോൾ സങ്കീർത്തനത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അധർമ്മികളെക്കുറിച്ച്.
ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. സങ്കീർത്തനം 53 അധ്യായത്തിലും സങ്കീർത്തനം 14 അധ്യായത്തിലും എല്ലാം കാണുന്നുണ്ട്. അവരുടെ മേൽ കർത്താവിൻ്റെ കരുണയുണ്ടാകുവാൻ ഈശോയെ അറിഞ്ഞവരായ നമ്മുടെ കടമയാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുകയാണ്, വിശുദ്ധമായവ നായ്ക്കൾക്കിട്ട് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്കിട്ടു. മുത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വിശുദ്ധ ഗ്രന്ഥം ഈശോയുടെ നാവിൽ നിന്ന് പുറപ്പെട്ട ഓരോ വചനങ്ങളും മുത്തുകളാണ്, നിധികളാണ് എന്നാ പറയുക. എത്രമാത്രം ദൈവിക രഹസ്യങ്ങളുണ്ട് അതിൽ. സങ്കീർത്തനം 119 പറയുന്നുണ്ട്, കർത്താവിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്, എളിയവർക്ക് അത് അറിവ് പകരുന്നു. എളിമയുള്ളവർക്ക്, വിശുദ്ധ ഹൃദയമുള്ളവർക്ക് അത് ദൈവിക ജ്ഞാനവും ദൈവിക അറിവും ദൈവിക സ്നേഹവും ഒക്കെ നൽകുന്നതാണ് ഈ വിശുദ്ധ വചനങ്ങൾ. പരിശുദ്ധ കന്യാമറിയം ഈ വിശുദ്ധ വചനത്തെയാണ് 2 കരങ്ങളും നീട്ടി സ്വീകരിച്ചത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്നും പറഞ്ഞ് പരിശുദ്ധ മറിയം ആ വചനത്തെ സ്വീകരിച്ചപ്പോഴാണ് സകലമാന അന്ധകാര ശക്തികളും പരിശുദ്ധ മറിയത്തിൻ്റെ നേരെ തിരിഞ്ഞത്. അത്രമാത്രം മറിയം വചനം സ്വീകരിച്ചു. ആ വചനത്തെ എതിർക്കുന്നവരുമുണ്ട്, സ്വീകരിക്കുന്നവരുമുണ്ട്. അതിനുശേഷം ബ്രദർ പറയാണ്, വചനത്തിൻ്റെ ശക്തി വളരെ വലുതാണ്, അത് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. ഞാൻ കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് എനിക്ക് വചനവുമായി ഒരു ബന്ധവുമില്ലായിരുന്നു. യേശു ആരാണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ലൗകികതയിൽ ജീവിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. എൻ്റെ മുറ്റത്ത് തന്നെ സ്വന്തമായി ഒരു ബാറുണ്ടായിരുന്നു. 13 കൂട്ടുകാരുമുണ്ടായിരുന്നു. അവരെല്ലാം ഡോക്ടേഴ്സായിരുന്നു. ഞാനൊരു ലോയറായിരുന്നു. ധനികരുമായി മദ്യപിച്ച് ഈ ലോകത്തിൻ്റേതായ എല്ലാ കാര്യങ്ങളിലും മുഴുകി ജീവിക്കുന്ന സമയത്താണ് കർത്താവ് എന്നെ സ്പർശിച്ചത്. ദൈവത്തിന് സ്പർശിക്കാനായി അധികം സമയം വേണ്ട, 1 സെക്കൻഡ് മതി. വിറ്റുപേർ അദ്ദേഹത്തിൻ്റെ ആ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ഈശോയുടെ വചനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വയം പറയുകയാണ്, ഈശോയെ അറിയില്ലായിരുന്നു. നമ്മൾ ഓർക്കുക, ലോകത്തിൽ കിടക്കുന്നവർ എപ്പോഴാണ് ഈശോയിലേക്ക് വരിക? നിഷ്കളങ്ക ഹൃദയമുള്ളവർ നമ്മുടെ ഭവനത്തിലുണ്ട്. ഈശോ അറിയാത്തവരുണ്ട്. എങ്ങനെയാണ്? മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ എങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവർ ഈശോയിൽ വരും. വിറ്റുപേർ പറയും, അദ്ദേഹത്തിൻ്റെ വലിയമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് അദ്ദേഹത്തിന് കർത്താവിനെ അനുഭവിക്കാൻ കൃപ കിട്ടിയത്. ഇങ്ങനെ അനേകരുടെ പ്രാർത്ഥനയിലൂടെ ഈശോയിലേക്ക് വരികയാണ്. ആ ഈശോയിലേക്ക് വന്നപ്പോൾ ഒരു വലിയ വരവായിരുന്നു. വിശുദ്ധ അഗസ്തീൻ എങ്ങനെയാണ് ഈശോ അനുഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ അമ്മയായ മോനിക്കായുടെ 18 വർഷത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അദ്ദേഹം കർത്താവിനെ അനുഭവിക്കാനിടയായത്. കാരണം ഈ ലോകത്തിൻ്റെ സുഖങ്ങൾക്കും ഫിലോസഫിക്കും അതുപോലെ ലോകത്തിൻ്റെ പ്രതാപത്തിനും എല്ലാം അടിമയായിരുന്ന അദ്ദേഹം. റോമാക്കാർക്കെഴുതിയ ലേഖനം 13 അധ്യായം 11 തൊട്ട് 13 വരെയുള്ള വചനം അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ സ്പർശിച്ചപ്പോൾ അതിൽ പറയാണ്, പകൽ കഴിയാറായി, രാത്രി സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് ക്രിസ്തുവിലേക്ക് വരാം. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വിഗ്രഹത, ഇതിൽ നിന്നെല്ലാം ഓടി അകലണം എന്നൊരു വചനം അദ്ദേഹത്തെ സ്പർശിച്ചു. അതിലൂടെ അദ്ദേഹം ആരായിത്തീർന്നു? ലോകത്തിലെ ഏറ്റവും വലിയ തിയോളജിയനായി മാറി. അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിലൂടെയാണ് സഭ ഇന്ന് പഠിപ്പിക്കപ്പെടുന്നത്. അനേകം കോൺഗ്രിഗേഷൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് വിശുദ്ധ അഗസ്തീനോസിൻ്റെ പ്രബോധനങ്ങളാണ്. ഈശോയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞത്? കർത്താവേ, അങ്ങിലെത്താൻ ഞാൻ എത്ര വൈകിപ്പോയി, അങ്ങിൽ എത്തുന്നത് വരെയും എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ് എന്നാണ് അദ്ദേഹം പ്രഘോഷിച്ചത്. അതാണ് ഈശോ സ്പർശിക്കാൻ 1 സെക്കൻഡ് മതി എന്നാണ് വിറ്റുപേർ പറയുക. ഉൽപ്പത്തി 1:2 തരംഗം വന്ന് തട്ടും. അങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ നാം പഴയ അവസ്ഥയിൽ നിന്ന് മാറുന്നു. അപ്പോൾ നമുക്ക് അനുതാപം ലഭിക്കും. 2 കൊറിന്തോസ് 7:9-11 വരെയുള്ള വചനം. ദൈവഹിതപ്രകാരമുള്ള പശ്ചാത്താപം ലഭിക്കും. ഉൽപ്പത്തി 1:2 ഒരു വചനം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഈ ദൈവിക ചൈതന്യം നമ്മളുടെ മേൽ വന്ന് സ്പർശിക്കുമ്പോഴാണ് നമുക്ക് അനുതാപം ഉണ്ടാകുക. അതാണ് ഈശോ. ആ ഈശോ നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് ആ ദൈവസ്നേഹം അനുഭവിക്കാൻ സാധിക്കുക. നമ്മുടെ ഹൃദയത്തിൽ മാറ്റങ്ങളുണ്ടാകുക.
അതാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട് 2 കൊറിന്തോസ് 7:9-11 വരെയുള്ള വചനത്തിൽ. ദൈവഹിത പ്രകാരമുള്ള പശ്ചാത്താപവുമുണ്ട്, ലൗകിക പശ്ചാത്താപവുമുണ്ട്. ഈ ലൗകികമായ പശ്ചാത്താപം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സാധ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ പിന്നാലെ നമ്മൾ നടക്കുകയാണ്. ഒരു പ്രോസ്പെരിറ്റി ഗോസ്പലായിട്ട് നമ്മൾ കർത്താവിനെ കാണുമ്പോൾ നമുക്ക് ലൗകികമായ പശ്ചാത്താപമാണ്. 2 കൊറിന്തോസ് 7:9-11 വരെയുള്ള വചനത്തിൽ നമുക്കൊന്ന് വായിക്കാം. ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങളെ ദുഃഖിപ്പിച്ചത് കൊണ്ടല്ല, നിങ്ങളുടെ ദുഃഖം ദൈവഹിത പ്രകാരമുള്ളതായതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്കൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അതിന് ഹേതത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം എത്രയധികം ഉത്സാഹവും നിഷ്കളങ്കത തെളിയിക്കുവാനുള്ള താല്പര്യവും ധാർമ്മിക രോക്ഷവും ഭയവും ആകാംക്ഷയും തീഷ്ണതയും നീതിവാഞ്ചയുമാണ് നിങ്ങളിലെല്ലാം ഉളവാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവിൻ. നിങ്ങൾ നിർദോഷകരാണെന്ന് എല്ലാ പ്രകാരത്തിലും തെളിഞ്ഞിട്ടുണ്ട്. ദൈവഹിതം പ്രകാരമുള്ള ദുഃഖം വരുമ്പോൾ നമ്മിൽ എന്തെല്ലാമാണോ ഉണ്ടാകുന്നത്? ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ഉത്സാഹം നമ്മളിലുണ്ടാകും, നിഷ്കളങ്കത നമ്മളിലുണ്ടാകും, ധാർമ്മിക രോക്ഷം നമ്മളിലുണ്ടാകും, ഭയം നമ്മളിലുണ്ടാകും, ആകാംക്ഷ നമ്മളിലുണ്ടാകും, നീതിവാഞ്ച നമ്മളിലുണ്ടാകും, തീഷ്ണത നമ്മളിലുണ്ടാകും. ഈ ദൈവഹൃദയപ്രകാരമുള്ള പശ്ചാത്താപം നമ്മളിൽ വരുമ്പോൾ ഇത്രമാത്രം ദൈവിക സന്തോഷത്താൽ നമ്മൾ നിറയുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെടുകയാണ്. അങ്ങനെയുള്ളൊരു പശ്ചാത്താപം നമ്മളിൽ വരുമ്പോഴാണ് ആ ദൈവത്തിൽ നിന്ന് നമ്മൾ തുടങ്ങുക, ദൈവത്തെ നമ്മൾ അനുഭവിക്കുക, ദൈവിക സന്തോഷത്തിലേക്ക് നമ്മൾ വരിക. ഇന്ന് നമ്മൾ കേട്ട വചനത്തെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. എന്താണ് കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി? അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ഈശോ നമ്മളെ സ്പർശിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ വസ്തുക്കൾക്ക് നമ്മൾ അടിമയാകാതെ, ധനത്തിന് നമ്മൾ അടിമയാകാതെ, ക്രിസ്തുവിനെ ഹൃദയത്തിൽ വെച്ച് പൂജിക്കുവാനായിട്ട്. 2 ദൈവങ്ങളെ നമുക്ക് ഒരേ സമയത്ത് പൂജിക്കാൻ സാധിക്കുകയില്ല. ഒന്നെങ്കിൽ ഈശോയെ നമ്മൾ സ്വന്തമാക്കണം, അല്ലെങ്കിൽ ലോകത്തെ നമ്മൾ സ്വന്തമാക്കണം എന്നാണ് പറയുക. അപ്പോൾ ആ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുവാനും ദൈവഹിതപ്രകാരമുള്ള ഒരു പശ്ചാത്താപം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സഹായം നമുക്ക് യാചിക്കാം. സകല വിശുദ്ധരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എല്ലാ പീഡകളിലും പരിഹാസങ്ങളിലും ഒറ്റപ്പെടുത്തലുകളിലും ഈശോയുടെ സ്നേഹത്തിൽ സന്തോഷിക്കുവാൻ, ഈശോ ദൈവപുത്രനാണെന്ന് പ്രഘോഷിക്കപ്പെടുവാൻ, ഈശോയുടെ പീഡാസഹനങ്ങളോട് കൂടി നിന്നുകൊണ്ട് അവിടുത്തെ കൃപയാൽ നിറയപ്പെടുവാൻ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.